പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരിൽ ഒരാളായ മുദാസിർ കൊല്ലപ്പെട്ടെന്ന് സൂചന. കൊല്ലപ്പെട്ടത് കശ്മീരിലെ ത്രാളിൽ സൈനികവുമായുള്ള ഏറ്റുമുട്ടലിലാണ്. പുൽവാമ ആക്രമണത്തിന് പ്രാദേശിക സഹായം ചെയ്തത് ഇയാളാണെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്? ഇന്നലെ വൈകിട്ടാണ് ആക്രമണം നടന്നത്. ദക്ഷിണ കശ്മീരിലെ താലിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈന്യം മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചത്. തിരച്ചിൽ ശക്തമാക്കുന്നതിനിടെ സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് സൈന്യം ഭീകരർക്ക് നേരെ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിലാണ് 3 ഭീകരർ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മുദാസിർ, അതായത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരിൽ ഒരാളായ മുദാസിറും ഉൾപ്പെടുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് കശ്മീരിൽ ഇപ്പോൾ ഭീകരാക്രമണ പ്രവർത്തനങ്ങൾ ജെയ്ഷെ മുഹമ്മദ് നടത്തുന്നത് പ്രാദേശിക ജനതയുടെ സഹായത്തോടു കൂടിയാണ്. പ്രാദേശികമായി യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് ആകർഷിക്കുകയും ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും പ്രാദേശിക തലത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തരത്തിലായിരുന്നു പുൽവാമയിൽ 40 സൈനികരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്തത്. ഇതിൽ പ്രാദേശികമായ ആളുകളെ സംഘടിപ്പിക്കുകയും ഭീകരവാദ സംഘടനകളിലേക്ക് ആകർഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഭീകരാക്രമണത്തിന് ആസൂത്രണം നൽകിയ നേതാക്കളിൽ ഒരാളായിരുന്നു ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മുദാസിർ. കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ സൈനിക വക്താക്കൾ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇപ്പോഴും നൽകിയിട്ടില്ല. ആക്രമണത്തിൽ 3 ഭീകരരാണ് ആകെ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഒപ്പം കൂടുതൽ ഭീകരർ ഈ മേഖലകളിൽ ത്രാലിൽ, ദക്ഷിണ കശ്മീരിലെ ത്രാൽ മേഖലയിൽ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട് എന്ന വിവരത്തെ തുടർന്നുള്ള തെരച്ചിൽ ഇവർക്ക് വേണ്ടി ശക്തമാക്കിയിരിക്കുകയാണ് ഗോപികൃഷ്ണൻ. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.